യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം പ്രത്യാശയുള്ള ജീവിതം. ധ്യാനത്തിനായുള്ള തിരുവചനം 2 കൊരിന്ത്യർ 4:18 കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ള ജീവിതമാണ് യേശുവിനോടൊപ്പമുള്ള യാത്ര. നിത്യമായതും കാണാത്തതുമായ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രത്യാശയുള്ള ജീവിതമാണ് അനുദിനം നമുക്ക് വേണ്ടത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും നമ്മുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന അനുഭവമാണ് യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിക്കാനാണ് കർത്താവായ യേശു നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. കർത്താവായ യേശു മത്തായി എഴുതിയ സുവിശേഷം 24:44 നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി നാം എപ്പോഴും പ്രത്യാശയോടെ ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവം നമ്മെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ എല്ലാം ഭംഗിയോടെ നിറവേറ്റി അനുദിനം ഒരുങ്ങിയിരിക്കാം. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിൽക്കാൻ ധൈര്യം ഉണ്ടാകേണ്ടതിന് നാം ചെയ്യേണ്ടത് ക്രിസ്തുവിൽ വസിക്കുക എന്നതാണ്. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ അനുദിനം ക്രിസ്തുവിൽ വസിച്ച് ആത്മാവിൻ്റെ നല്ല ഫലങ്ങൾ കായ്ച്ച് ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കാം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:14 പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഉണർവോടെ ജീവിക്കാം. സകല സൽഗുണവും നീതിയും സത്യവുമായ വെളിച്ചത്തിൻ്റെ ഫലം നമ്മിൽ നിന്നും പുറപ്പെടുവാൻ കർത്താവിന് പ്രസാദമായ ജീവിതം നയിക്കാം. മനുഷ്യരെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കാം. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്ത കർത്താവിനെ ആനന്ദത്തോടെ സ്വീകരിക്കുവാൻ വിശുദ്ധിയോടെ ഒരുങ്ങി പ്രത്യാശയോടെ അനുദിനം ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തിൽ കഷ്ടതകൾ ഉണ്ടെങ്കിലും ലോകത്തെ ജയിച്ച കർത്താവായ അങ്ങ് ഞങ്ങളോടൊപ്പം ഉള്ളതിനായി നന്ദി കർത്താവേ. അങ്ങയുടെ വരവിനായി പ്രത്യാശയോടെ ഓരോ ദിനവും ഒരുങ്ങി കാത്തിരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഒരുക്കണമേ. അനുദിനം അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.